അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമുക്കൊക്കെ പലപ്പോഴും ദേഷ്യം പിടിക്കാറുണ്ട്. പലപ്പോഴും ഒരു ഗ്ലാസ് നമ്മുടെ വീട്ടിൽ പൊട്ടിയതിന്റെ പേരിൽ വീട്ടിൽ ശകാരവും വഴക്കും ഒക്കെ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ദമ്പതികൾ പിണങ്ങാറുണ്ട്. ഉമ്മ ഉമ്മയോട് മക്കള് തെറ്റാറുണ്ട്. സത്യത്തിൽ ദേഷ്യം എന്ന് പറയുന്നത് ഒരു വികാരമാണ്. അതിനെ വിവേകം കൊണ്ട് നിയന്ത്രിക്കാനുള്ള കഴിവ് നമ്മൾ പരിശീലിപ്പിച്ച് എടുക്കേണ്ടതുണ്ട്. മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ കൈ തട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഭക്ഷണം, അതും ആടിന്റെ വാരിയല്, നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു. സൈനബ് റളിയല്ലാഹു അൻഹ നബി തങ്ങൾക്ക് തന്റെ ഇഷ്ടഭക്ഷണം കൊടുത്തയച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൈ തട്ടിയിട്ട് അത് പൊട്ടിപ്പോയി. ആ സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പുഞ്ചിരിച്ചുകൊണ്ട് ആ പാത്രങ്ങൾ, ആ ചില്ല് കഷ്ണങ്ങൾ പൊറുക്കിയെടുക്കുക. അങ്ങനെ പൊറുക്കിയെടുക്കുമ്പോൾ നബിതങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഉമ്മാക്ക് ഇന്ന് എന്തോ ഒരു ദേഷ്യമുണ്ട് എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നബിതങ്ങൾ കൂടെയുള്ള അവിടെയുള്ള ആളുകളോട് പറയുന്നു. ആ സമയത്ത് പോലും നബിതങ്ങൾ മക്കളില്ലാത്ത ആയിഷ ബീവിയെ പറ്റി പറഞ്ഞത് നിങ്ങളുടെ ഉമ്മാക്ക് എന്ന പ്രയോഗം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ വല്ലാതെ തറച്ചുപോയി. അപ്പൊ നമ്മുടെ പദപ്രയോഗങ്ങൾ ചിലപ്പോ ഈ സന്ദർഭത്തിൽ വളരെ ഫലപ്രാപ്തിയാവും. അത് ഫലം കാണും. നല്ല പദങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പലപ്പോഴും നമ്മൾക്ക് ആ സമയത്ത് ഉപയോഗിക്കാൻ കഴിയില്ല. എങ്കിലും അത് പരിശീലിപ്പിച്ച് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദേഷ്യം പിടിച്ച ആളോട് അതേ രീതിയിൽ പ്രതികരിക്കുമ്പോഴാണ് കാര്യങ്ങൾ വഷളാവുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സാഹചര്യങ്ങളെ നന്നാക്കി തരട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി